ഹലോ. നിങ്ങളെല്ലാം പിന്നെ ഈ കോലത്തിൽ കണ്ടിട്ടുണ്ടാവില്ലല്ലേ ഗ്ലാസ്സസൊക്കെ വെച്ചിട്ട്. ഞാൻ മുന്നേ ഇതൊരു വീഡിയോയിൽ വെച്ചിട്ടുണ്ട് തോന്നുന്നു. പക്ഷേ ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഗ്ലാസ്സസ് വെക്കലുണ്ട് കേട്ടോ. കാരണം എനിക്ക് കണ്ണിന് കുറച്ച് പവർ കുറവുണ്ട്. അപ്പം ഗ്ലാസ്സസ് വെക്കലുണ്ട്. പക്ഷേ വീഡിയോ വെക്കുന്ന സമയത്തൊന്നും ഗ്ലാസ്സസ് വെക്കൽ കണ്ടില്ല. എൻ്റെ മുഖത്തിൻ്റെ ആ ഇതന്നെ മാറിയ പോലെ അല്ലേ, ഫേസ് തന്നെ മാറിയ പോലെ. ബൈ ദ വേ ഇപ്പം ഞാനുള്ളത് എജു പോർട്ടിലാണ്. ഞാൻ ഇപ്പോൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യാൻ മീൻസ് ഞാൻ ഫൗണ്ടേഷൻ്റെ ക്ലാസ്സസൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇവിടുന്നാണ് ഇപ്പോൾ പഠിക്കലൊക്കെ. കുറച്ച് സൺഡേ ആണ്, അപ്പോൾ കുറച്ച് ടൈം കിട്ടി ഇപ്പോൾ പഠിക്കലാണ്. പക്ഷേ എനിക്ക് തോന്നി കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു +2 പഠിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ഇനിയുള്ളൊരു മാസം എന്താണ് നീറ്റിന് വേണ്ടി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഞാൻ എന്താണ് +2 കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് കോവിഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അത്ര എഫക്റ്റീവായിട്ട് പഠിക്കാനൊന്നും പറ്റില്ല. ബട്ട് സ്റ്റിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ മൈക്കോടെ കുത്താലേ, അത് നല്ലത് തോന്നുന്നു. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇതറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കിയാൽ മതി കേട്ടോ. +2 നിങ്ങൾ പഠിച്ചത് ശരിക്കും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടല്ലേ, നിങ്ങൾ എങ്ങനെ എക്സാം എഴുതണം, ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പഠിക്കുന്നു. പിന്നെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ തന്ന നോട്ട്സൊക്കെ ആയിരിക്കും ഇത്രയും കാലം പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പ്രത്യേകിച്ചൊരു +1 മാത്രം ബേസിക്സ് മാത്രം അറിയുന്ന ഒരാൾ, അല്ലെങ്കിൽ +1 എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും പോവാതെ ട്യൂഷനൊക്കെ പോകാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ടു ബി ഓണസ്റ്റ് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പെട്ടെന്നൊരു MCQയിലേക്ക് ഇറങ്ങാണ്, ഒരു മിനിറ്റിലൊരു ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടല്ലേ. പക്ഷേ നിങ്ങൾക്കൊരു MBBSന് പോകണം, BDSന് പോകണം, ആയുർവേദത്തിനൊക്കെ പോകണമെന്ന് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദിസ് വീഡിയോ. നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. എന്നിട്ട് വേണമെങ്കിൽ ഒരു പെന്നും പേപ്പറും എടുത്തിട്ടോ, എന്നിട്ട് അത് ജസ്റ്റ് എഴുതിയാൽ മതി എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള കാര്യം, ഫിസിക്സ് ആയിരിക്കും നിങ്ങൾക്ക് നന്ന ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം ബയോളജിയും കെമിസ്ട്രി ഒക്കെ ഏകദേശം കുറച്ച് കുട്ടികൾക്കൊക്കെ നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിച്ച ഓർമ്മയെങ്കിലും ഉണ്ടാവും. പക്ഷേ ഫിസിക്സിൽ കംപ്ലീറ്റ്ലി ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് നോക്കുമ്പോൾ ഫുള്ള് ന്യൂമറിക്കൽസ് ആയിരിക്കും. സ്റ്റേറ്റ് സിലബസിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് കാൽക്കുലേറ്ററൊക്കെ കൊണ്ടുപോകാൻ പറ്റാൽ മതി. പക്ഷേ CBSE പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഓബ്വിയസ്ലി +2 ബോർഡ് എക്സാമിന് കാൽക്കുലേറ്റർ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചെങ്കിലും ഒരു പ്രാക്ടീസ് ഉണ്ടാവും എന്ന് വെക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫിസിക്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളിപ്പോൾ ഓൾറെഡി ബോർഡ് എക്സാമിന് വേണ്ടി +2 പഠിച്ചിട്ടുണ്ടാവില്ലേ, അതിൻ്റെ കൂടെ +1 കൂടെ നോക്കണം. ഇനിയിപ്പോൾ ഒരു മാസമാണല്ലോ ഉള്ളത്. ആ ഒരു മാസത്തിൽ +1 ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്തെടുക്കാൻ നോക്കുക. പഠിക്കുക മീൻസ് അതിലുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കുക, അതിനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചിട്ടുണ്ടല്ലോ, +2 വിട്ടു പോകരുത്. +2ൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഡെയിലി ഇപ്പോൾ ഒരു ഷെഡ്യൂൾ പറയുകയാണെങ്കിൽ രാവിലെ ഇരുന്ന് ഫിസിക്സ് പഠിക്കാൻ നോക്കുക. രാവിലെ എണീറ്റിട്ട് ഫിസിക്സിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നോക്കുക. അതിനുശേഷം ഒരു മിനിമം ഒരു 100 ക്വസ്റ്റ്യൻസെങ്കിലും ഒരു ചാപ്റ്ററിന് ചെയ്യാൻ വേണ്ടി നോക്കണം. എന്നാലേ നമുക്ക് ആ ഒരു പ്രാക്ടീസ് ലെവലിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതും ഒരു ന്യൂസ് പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞ പേപ്പറില്ലേ, റഫ് ബുക്കോ ന്യൂസ് പ്രിൻറ്റോ എന്തായാലും വേണ്ടില്ല, അതിൽ ജസ്റ്റ് എഴുതി പഠിക്കാൻ വേണ്ടി നോക്കുക. അതിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, MCQ ഒന്നും നമുക്ക് മനസ്സിലാവില്ല അത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത്. ആ സമയത്ത് അതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് എടുത്ത് വായിക്കുക. ആ MCQ എവിടെ നിന്നാണ്, എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ്, എന്താണ് അതിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് എന്ന് മാത്രം എടുത്ത് വായിക്കുക. ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഒരു മാസം ഒരു 30 ദിവസത്തിൽ നിങ്ങൾ ഓരോ ദിവസം 100 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം ചെയ്തിരിക്കണം കേട്ടോ. ഫിസിക്സ് എന്നൊക്കെ അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. മൈൻഡോ കാരണം നമ്മൾ പെട്ടെന്ന് അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ അത് നമ്മളൊരു പ്രാക്ടീസ് ആക്കി എടുക്കുന്ന സമയത്ത് റെഡിയാവും. പിന്നല്ലേ ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ ഒരു 120 മിനിറ്റൊക്കെ നിങ്ങൾ ടൈം സെറ്റ് ചെയ്യാം. 60 ഒക്കെ ഇപ്പോൾ 2 മണിക്കൂറാണല്ലോ. 120 മിനിറ്റ് നിങ്ങൾ ടൈം സെറ്റ് ചെയ്തതിന് ശേഷം ആ 120 മിനിറ്റ്സിൽ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അപ്പം തന്നെ സൊല്യൂഷൻ നോക്കലല്ല കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, എന്നിട്ടത് വായിച്ച് നോക്കി കിട്ടുന്നുണ്ട് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചോ, അത് സ്കിപ്പാക്കിയിട്ട് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്നിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യന് ലാസ്റ്റ് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം എടുത്ത് നോക്കിയാൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ബ്രെയിന് ഓട്ടോമാറ്റിക്കലി വർക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആയിരിക്കും പെട്ടെന്ന് സൊല്യൂഷൻസ് നോക്കുന്നതിനനുസരിച്ച് നമ്മളും എന്ത് ചെയ്യും, ആ ഒരു സൊല്യൂഷൻ നോക്കി ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ബ്രെയിൻ തിങ്ക് ചെയ്യില്ല. അതന്നെ ഇനി കുറച്ച് ദിവസം ബാക്കിയുള്ളൂ.
ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററാണോ പഠിക്കുന്നത്, എല്ലാ ചാപ്റ്ററും ചിലപ്പോൾ കയ്യിൽ ഒതുങ്ങിയെന്ന് വരില്ല. പക്ഷേ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കുന്നോ ആ ചാപ്റ്ററിൻ്റെ ഒക്കെ ഇക്വേഷൻസ് ഒരു ഇക്വേഷൻ നോട്ടിലേക്ക് മാറ്റി എഴുതിയെടുക്കുക. അതാവുമ്പം ഈ ഇക്വേഷൻ ബുക്ക് നിങ്ങൾക്ക് തലേന്ന് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് നമുക്ക് ഫുള്ള് പാനിക് ആവുന്ന അവസ്ഥയാവും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് തലേന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ ബുക്കിലേക്ക് മാറ്റി വെക്കുക. ഒരു 30 ദിവസമെങ്കിലും നിങ്ങൾ വെറുതെ ആ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് മറിച്ച് നോക്കുക. ഇന്നിപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചു, അതിന് ഇക്വേഷൻ എഴുതി, നാളെ ആ ചാപ്റ്റർ റിവൈസ് ചെയ്യണം. പ്ലസ് നാളെ ഒരു ചാപ്റ്റർ പഠിച്ചു, അതിന് ഇക്വേഷൻ എഴുതി. അപ്പോൾ മറ്റന്നാളാവുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇന്നത്തെ ചാപ്റ്ററും ഇന്നലത്തെ ചാപ്റ്ററും ഒക്കെ നോക്കണം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇക്വേഷൻസ് മറിച്ച് നോക്കി ഇക്വേഷൻസ് എഴുതി നോക്കുകയെങ്കിലും ചെയ്താൽ മതി. ഇങ്ങനെ നമ്മളൊരു മാസം പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മളെ ബ്രെയിനിൽ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബയോളജിയിൽ കൂടുതൽ കുറ്റം ചെയ്ത മിസ്റ്റേക്ക് എന്താ അറിയോ, നമുക്ക് ബയോളജി തിയറി കുറേ അറിയാം. അപ്പം നമ്മൾ എന്താ വിചാരിക്കുക, തിയറി അറിയാമല്ലോ, ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യണ്ടല്ലോ എന്നല്ലേ. പക്ഷേ ഇതൊരു ടൈം ബൗണ്ട് എക്സാമാണ്. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിൽ നമ്മൾ 3 സബ്ജക്റ്റും ചെയ്യണം. അപ്പോൾ ബയോളജി നിങ്ങൾ തിയറി പഠിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യുക, നിർബന്ധമായിട്ടും ചെയ്യുക. ഞങ്ങളോട് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ബയോളജിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ഹോളിൽ എത്തുമ്പോൾ നമുക്ക് ആ ഒരു ഡൗട്ട് ഇല്ലാതെ കുത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മളത് നെഗറ്റീവ് അടിച്ച് അയ്യോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ബയോളജിയിലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ആ ഒരു ബയോളജിക്ക് എടുക്കുന്ന ടൈമും കൂടെ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രിയിലേക്ക് അലൗട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതൊന്ന് ചെയ്ത് നോക്കുക. ഇനി ഉണ്ടല്ലോ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഈ +2ൻ്റെ കൂടെ തന്നെ ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പം പോസിബിളാണ്, ബട്ട് സ്റ്റിൽ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം +1 +2 തീരെ ഒരു എൻട്രൻസ് കോച്ചിങ്ങിൽ നിന്ന് പോകാത്തൊരു കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് 3 മണിക്കൂറുള്ള ഒരു MCQ കാണുന്ന സമയത്ത് ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ ബ്രെയിൻ അങ്ങനെയല്ല, നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം, എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ക്രാഷ് കോഴ്സൊക്കെ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എത്ര മാർക്കാണോ വാങ്ങുന്നത് ആ മാർക്കിൻ്റെ ബേസിസിലായിരിക്കും നെക്സ്റ്റ് ഇയർ നിങ്ങൾ റിപ്പീറ്റിനൊക്കെ പോകുന്ന സമയത്ത് ഓരോ ബാച്ച് ആക്കുന്നുണ്ടാവുക. സ്കോളർഷിപ്സ് നിങ്ങൾ ക്രാഷിന് തന്നെ ഇപ്പോൾ കുറച്ച് പൈസ ചിലവാക്കുന്നുണ്ടാവുള്ളൂ, അതിലൊരു 400-450 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് ബേസിസായിട്ട് നിങ്ങൾക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും സ്കോളർഷിപ്പ് കിട്ടും. അപ്പം അതും നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതാൻ പോകുന്നവർ വിചാരിക്കരുത് ഇപ്രാവശ്യം ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ചിൽ എന്ന് പറഞ്ഞിട്ട് കൂളായിട്ട് എഴുതാൻ പോകും. പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പിനെയാണ് നിങ്ങൾ വെറുതെ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ടൈം എഴുതാൻ പോകുമ്പോൾ തന്നെ നല്ല രീതിയിൽ ബയോളജി എങ്കിലും നന്നായിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോ. അവിടെ പോയിട്ട് പഠിക്കുക. ഇതാണ് ഒരു മാസത്തേക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. MCQs ചെയ്യുക, പ്ലസ് ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കുക, ബയോളജിയിൽ നിർബന്ധമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇത് എഴുതാൻ പോണതിന് മുന്നിട്ട് 2-3 മോക്ക് ടെസ്റ്റെങ്കിലും എഴുതി നോക്കണേ, OMR ഷീറ്റൊക്കെ ബബിൾ ചെയ്തിട്ട്. അപ്പോൾ ആ പ്രാക്ടീസ് കൂടെ എന്തായാലും വരും. പിന്നെ ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഇതുവരെ പ്രിപ്പറേഷനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ഒരു റിപ്പീറ്റൊക്കെ പോകേണ്ട ആവശ്യം വരും. ബട്ട് സ്റ്റിൽ ഞാൻ സത്യമുള്ള പോലെ തന്നെ പറയാനല്ലോ, വെറുതെ ഹോപ്പ് എന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ടൊരു 400+ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു മാർക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ നെക്സ്റ്റ് നീറ്റ് എക്സാമിലേക്ക് എഫക്റ്റ് ചെയ്യും. അതിൽ നിന്നായിരിക്കും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരിക. എനിക്കൊരു പ്രാവശ്യം എഴുതിയ സമയത്ത് തന്നെ 400 മാർക്ക് കിട്ടിയല്ലോ, ഓക്കെ എനിക്ക് ഈ ബ്രാഞ്ചിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഈ കോഴ്സിലേക്ക് പോകാനുള്ളൊരു കഴിവുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. അത് നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ ബെസ്റ്റ് വിഷസ്. എല്ലാവരും ഒരു മാസമെങ്കിലും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം പഠിച്ച് നോക്കണം. നിങ്ങൾക്ക് ഈ കോഴ്സ് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ കോഴ്സിനാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്തെങ്കിലും പഠിച്ച് നോക്കണമല്ലോ. അപ്പോൾ നന്നായിട്ട് പഠിക്കാം കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കോമെൻറ്റ്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ നീറ്റ് വീഡിയോസ് അല്ലെങ്കിൽ കോളേജ് വീഡിയോസ്, ഫണ്ണായിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ബൈ ബൈ.